ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു കസ്റ്റമൈസേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ്. ഇപ്പോൾ ഇതിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ സാറ്റിൻ ഫ്ലവർ, നമുക്കത് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ നമ്മുടെ ബീഡ്സും, പിന്നെ ഹെയർ ബാൻഡ് ഞാനത് സാറ്റിൻ കവർ ചെയ്തിട്ടുള്ളതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് പ്ലെയിൻ ഹെയർ ബാൻഡ് എടുത്തിട്ട് അതിൽ നമുക്ക് സാറ്റിൻ കവർ ചെയ്യാം. 0.4 വയർ എടുത്ത് സെൻറ്ററിലേക്ക് ഒരു ബീഡ് ഇടുക, അതിനെ ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് രണ്ട് സൈഡിലേക്കും നമ്മൾ പോളൻ പോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡിലേക്കും ഓരോ ബീഡ്സ് ഇട്ട് നോർമലി നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളുടെ എത്ര ട്വിസ്റ്റാണോ ചെയ്യുന്നത് അതേ ഒരു രീതിയിലായിരിക്കണം രണ്ട് സൈഡിലുള്ളത്. അത്രയേ ഉള്ളൂ. ഈ 3 ബീഡ്സ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ളത് ഇതുപോലെ ഒന്ന് കുറച്ച് ചെയ്തെടുക്കുക. കാരണം നമ്മൾ ഓരോ ഫ്ലവറിൻ്റെ ഇടയിൽ ഇത് കൊടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ച് നമുക്ക് നമ്മുടെ കയ്യിൽ ഇതുപോലെ അത് ഞാൻ ചെയ്തെടുത്തു ആ സമയത്ത് തന്നെ. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഹെയർ ബാൻഡിൽ ഇത് ഫിക്സ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ സാറ്റിൻ ഫ്ലവറും. അപ്പോൾ അത് നമ്മൾ ആ ട്വിസ്റ്റ് ചെയ്തെടുത്ത് എന്തെങ്കിലും എഡ്ജ് കുറച്ച് ഷാർപ്പായിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ. പിന്നെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അപ്പോൾ തന്നെ എന്ത് ചെയ്യണം, ആ ബീഡ്സ് നമ്മൾ ആ പോളൻ ഫിക്സ് ചെയ്യുമ്പോൾ അതിനൊപ്പം തന്നെ നമ്മുടെ ഫ്ലവറും വെച്ച് ഫിക്സ് ചെയ്യണം. അല്ലെങ്കിൽ അത് ഇളകി വരും. കാരണം ആ ഒരു ചൂട് മെൽറ്റായി നിൽക്കുന്ന ആ ഒരു ഇതിലാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ഇതുപോലെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട്, കാരണം നല്ല രീതിയിൽ അത് പേസ്റ്റായി കിട്ടും. അല്ലെങ്കിൽ അത്ര എന്തെങ്കിലും നിൽക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ സാധാ നമ്മുടെ ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല കേട്ടോ. നമ്മളൊന്ന് ഡ്രൈ ആവാൻ എടുക്കുന്ന ഒരു 2-3 മിനിറ്റ്സ്, ഒരു 2-3 ഫ്ലവേഴ്സ് നമ്മൾ ഒന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കുക. അതിനുശേഷം വീണ്ടും ചെയ്യുക, അല്ലെങ്കിൽ സെൻറ്റർ പോർഷൻ അത്രയും ചെയ്യുക. അങ്ങനെ ചെയ്താലും മതി. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ ചെയ്യുക. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, സെൻറ്റർ പോർഷൻ വരുമ്പോൾ, ഈ സെൻറ്റർ വരുമ്പോൾ നമ്മൾ ഒരു സൈഡിൽ നിന്നാണല്ലോ വരുന്നത്, ഒരു ഡയറക്ഷനിൽ നിന്നാണ് ചെയ്തു വരുന്നത്. കണ്ടില്ലേ ഈ ഒരു ഇത്. ഇനി ചെയ്യുമ്പോൾ സെൻറ്റർ വരുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ. ആ സെൻറ്റർ വരുമ്പോൾ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഇതുപോലെ നമ്മൾ സെൻറ്റർ വരുമ്പോൾ നമ്മൾ ചെയ്തു വന്നത് ഒരു സൈഡിൽ നിന്നാണ്. അപ്പോൾ ആ സൈഡിലേക്ക് ഒന്ന് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ അടുത്ത് ഓപ്പോസിറ്റ് സൈഡിലേക്കും വീണ്ടും ഒരു ഇത് കൂടെ വേണം. ഫ്ലവർ വെച്ചതിന് ശേഷം വീണ്ടും ഒന്ന് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഓർഡർ നല്ല ഭംഗിക്ക് കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല, എല്ലാം ഒരേ ഡയറക്ഷനിലായിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗി എന്ന് പറയുന്നത് സെൻറ്ററിൽ വരുമ്പോൾ തിരിച്ച് നമ്മൾ ആ ഡയറക്ഷൻ മാറ്റി ചെയ്യുക. നമ്മൾ ലെഫ്റ്റിൽ ഒട്ടിക്കുന്ന ഫ്ലവർ ബീഡ്സ് റൈറ്റിലേക്ക് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ, വേറെ വ്യത്യാസം ഒന്നുമില്ല. ഫ്ലവർ നമ്മൾ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. വീണ്ടും നമ്മളെ ഫ്ലവർ, ഇനി ഈ ഫ്ലവർ കുറച്ചുകൂടെ അടുത്തടുത്ത് കൊടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ചെയ്തപ്പോൾ ഇങ്ങനെ ചെയ്തു. ഇനി ഇതിൻ്റെ ഇടയിൽ നമുക്ക് ക്ലിപ്പ് സ്റ്റോൺസോ കട്ട് ബീഡ്സോ കൊടുത്ത് വീണ്ടും കുറച്ചുകൂടെ മനോഹരമാക്കിയെടുക്കാം. അപ്പം നമുക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടം, അല്ലെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, കുറച്ചുകൂടെ മനോഹരമാക്കാൻ പറ്റുന്നത്, ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ ആ വരുന്ന ഗ്യാപ്പുകളിൽ തന്നെ കട്ട് ബീഡ്സോ സ്റ്റോൺസോ എന്ത് വേണോ നമുക്ക് കൊടുത്ത് ചെയ്യാം. അതൊക്കെ നമ്മളെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യുന്നതാണ്. കാരണം ഇത് എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്തു. അപ്പോൾ ഇതൊന്നും നമ്മൾ കോപ്പി അടിച്ച് ചെയ്യുന്നതല്ല. അപ്പോൾ നമ്മളുടെ ഒരു ഐഡിയയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയയിൽ ചെയ്യാൻ പറ്റും. നമുക്കൊരു മോഡൽ കാണുമ്പോൾ ചിലപ്പോൾ ഇതിനെ വേറൊരു രീതിയിൽ മാറ്റി നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കിയേ എന്ത് മനോഹരമായിട്ടാണ്, വളരെ സിമ്പിൾ, ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ ചെയ്തെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.